ഈ ഒരു പ്രണയം അന്നയുടെ സമാധാനപരമായ കുടുംബജീവിതം തകർക്കുകയും മകനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിട്ട് അവൾ വ്രോൺസ്കിക്കൊപ്പം ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യാണ്. എന്നാൽ അന്നയുടെ ഈ ഒരു തീരുമാനത്തെ അന്നത്തെ റഷ്യൻ സമൂഹം അംഗീകരിച്ചില്ല. സദാചാരവാദികളുടെ കുറ്റപ്പെടുത്തലുകളും തന്റെ മകനെ കാണാൻ കഴിയാത്തുള്ള വിഷമവും ക്രമേണ വോൺസ്കിക്ക് തന്നോടുള്ള സ്നേഹം കുറയുന്നു എന്നുള്ള ഭയവും അന്നയെ മാനസികമായിട്ട് തകർത്തുകളയാണ്. ഈ ഒരു മാനസിക സംഘർഷങ്ങൾക്കൊക്കെ ഒടുവിൽ അന്നയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അന്നയുടെ ദുരിതപൂർണ്ണമായ പ്രണയകഥയ്ക്കൊപ്പം തന്നെ ലെവിൻ എന്ന കഥാപാത്രത്തിന്റെ ജീവിതവും നോവലിൽ സമാന്തരമായിട്ട് പോകുന്നുണ്ട്. തന്റെ പ്രണയിനിയായ കിറ്റി വിവാഹം കഴിക്കാൻ ലെവിൻ നടത്തുന്ന പരിശ്രമങ്ങളും നഗരത്തിലെ ആഡംബരങ്ങളിൽ നിന്ന് മാറി കൃഷിയിലും ഗ്രാമീണ സേവനത്തിലും സമാധാനം കണ്ടെത്തുന്നതും അവരുടെ ലളിതമായ വിവാഹ ജീവിതവും ആത്മീയാന്വേഷണങ്ങളും അന്നയുടെ ജീവിതമായിട്ട് വളരെയധികം വൈരുദ്ധ്യം പുലർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളെ, മനുഷ്യന്റെ വികാരങ്ങളെ ഇത്രത്തോളം ആഴത്തിലും സത്യസന്ധമായി ആവിഷ്കരിച്ച മറ്റൊരു കൃതിയുണ്ടോയെന്ന് ഈ ഒരു പുസ്തകം വായിച്ചു തീർന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പുരുഷനായ വോൺസ്കിക്ക് ഒരു അവിഹിത ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ സമൂഹത്തിൽ മാന്യമായി തുടരാൻ സാധിക്കുമ്പോൾ സ്ത്രീയായ അന്നയ്ക്ക് തന്റെ അന്തസ്സും മകനെയാണ് നഷ്ടപ്പെടുന്നത്. സ്വന്തം വികാരങ്ങൾക്ക് മുൻഗണന നൽകിയ അന്നയെ ഒരു പാപിയായല്ല, മറിച്ച സാഹചര്യങ്ങളുടെ ഇരയായിട്ടാണ് ടോൾസ്റ്റോയ് ഒരു പുസ്തകത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. പ്രണയം എങ്ങനെ ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നും അതേ പ്രണയം തന്നെ എങ്ങനെ നാശത്തിലേക്ക് നയിക്കുന്നുവെന്നും ഈ ഒരു നോവൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മികച്ചൊരു ക്ലാസിക് നോവൽ അന്വേഷണം നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിയോ ടോൾസ്റ്റോയുടെ ബുക്കുകളൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം വായിച്ചു നോക്കാവുന്നതാണ്. മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് സമ്മാനിക്കുക. വായിച്ചു തീർന്നാലും അതിലെ കഥാപാത്രങ്ങളൊക്കെ ഇടയ്ക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് നിറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ വായിച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ. ഇനി വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.